മനോഹരമായ ഒരു പ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാൻഡ്ബോക്സ് ടെക്നോളജീസ് എന്ന എഡ്യൂക്കേഷണൽ ബിസിനസ് പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മുടെ പല പബ്ലിക് ട്രെയിനിങ് പ്ലാറ്റ്ഫോമിലേക്ക് കൂടി ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്തുള്ള ഒട്ടേറെ ആളുകൾ ഒരുപക്ഷെ ഇന്നത്തെ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തേക്കാം. ഇന്നത്തെ പ്രോഗ്രാം ഇന്നത്തെ ഒരു ടോപ്പിക്, ഇന്നത്തെ ഒരു ഡിസ്കഷൻ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യാനുള്ള കാരണം തന്നെ സെയിൽസ് രംഗം അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ഇൻഡസ്ട്രിയിൽ വരുന്ന ഫിഫ്ത്ത് ജനറേഷൻ റെവല്യൂഷനോടൊപ്പം പല വിശ്വാസങ്ങളും പല ധാരണകളും മാറ്റിയെടുക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മളുള്ളത്. സെയിൽസ് എന്നുള്ളത് ഒരു ബയോളജിക്കൽ പ്രോസസ്സിംഗ് ആണ്, അതല്ലെങ്കിൽ വെറും ഒരു സ്കിൽ ഓറിയന്റഡ് ആണ് എന്ന വിശ്വാസം ലോകത്ത് നിന്നും മാറിയത് ഒരർത്ഥത്തിൽ പുതിയ ചില പഠനങ്ങളിലൂടെയും പുതിയ ചില പുസ്തകങ്ങളിലൂടെയുമാണ്. അതിന് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ 3 പുസ്തകങ്ങൾ. ഒന്നാമത്തേത് ഡോണ്ട് സെൽ, മേക്ക് ദം ബൈ. നിങ്ങൾ ഒരിക്കലും വിൽക്കരുത്, മറിച്ച് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം എന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുസ്തകം. രണ്ടാമത്തേത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സെയിൽസ് ഗുരു എന്നറിയപ്പെടുന്ന ബ്രയാൻ ട്രേസിയുടെ ദ സൈക്കോളജി ഓഫ് സെല്ലിംഗ് എന്ന ഏറ്റവും പ്രസിദ്ധമായ, അതിന്റെ പ്രസിദ്ധിയുടെ പ്രത്യേകത അദ്ദേഹം 1000-ലധികം വേൾഡിലെ കമ്പനികൾക്ക് ഇന്നും കൺസൾട്ടിങ് കൊടുത്തുകൊണ്ടിരിക്കുകയും 50,000-ലധികം ഇന്റർനാഷണൽ സ്പീച്ചുകൾ സോഷ്യൽ മീഡിയയിൽ പോലും അവൈലബിൾ ആയ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു സെയിൽസ് ഗുരു അദ്ദേഹമാണ്. ബ്രയാൻ ട്രേസിയാണ് ദ സൈക്കോളജി ഓഫ് സെല്ലിംഗ് എന്ന പുസ്തകത്തിലൂടെ 7 കോൺസെപ്റ്റുകൾ, ഒരുപക്ഷെ സെയിൽസ് രംഗത്ത് നമ്മൾ നിരന്തരമായി പറയുന്ന പല കാര്യങ്ങളാണ് എങ്കിലും അതിലേറ്റവും പ്രധാനം സെയിൽസ് കമ്മ്യൂണിറ്റിയുടെ പൊതുവെ ഉണ്ടായിരുന്ന ധാരണ അത് സെയിൽസ് നടത്തുന്ന ആളുകളും കസ്റ്റമേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ബേസ് ആണ് എന്നതായിരുന്നു. എന്നാൽ ഈ പുസ്തകം അടിവരയിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവും, ഒരുപക്ഷെ അതിന്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ അതെടുക്കുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്നതുമായ ഒരു തലത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് ആക്ച്വലി സെയിൽസ് പ്രോസസ് എന്നുള്ളത്? അദ്ദേഹം അതിന് നൽകുന്ന ഒന്നാമത്തെ ഡെഫിനിഷൻ എന്തൂസിയാസം എന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ മനസ്സിലേക്ക് ഒരു ജ്വാല സമ്മാനിക്കുവാൻ നമുക്ക് കഴിയുക? അതിന് അദ്ദേഹം ചില പ്രോസസ്സുകൾ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കസ്റ്റമറുടെ അടുക്കൽ ചെല്ലുമ്പോൾ അദ്ദേഹം റാഷണൽ മൈൻഡ് സെറ്റിലായിരിക്കും, അല്ലെങ്കിൽ ലോജിക്കൽ മൈൻഡ് സെറ്റിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലേക്ക് കോളിംഗ് ബെല്ലടിച്ചു, ഒരു ബാഗിൽ ഒരുപാട് പ്രൊഡക്റ്റുമായി ഒരാൾ വന്നു. ഒന്നും ആവശ്യമില്ല, ആ കസ്റ്റമറുടെ വീട്ടുകാരന്റെ ആദ്യത്തെ കമന്റ് ആണ്. അപ്പോ അവിടെ ഒരു റാഷണൽ സിസ്റ്റത്തിൽ നിന്ന് ഇമോഷനിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി സെയിൽസ്മാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: മാഡം, നിങ്ങളൊന്നും വാങ്ങണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഹലോ, നിങ്ങളൊന്നും പർച്ചേസ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അത് ഒരു എമ്പതറ്റിക്കൽ അപ്രോച്ചാണ്. ഒരു വിഷയത്തെ ഞാൻ ഓൾറെഡി നിങ്ങളുടെ വീട്ടുപടിക്കൽ വരെ വന്നതല്ലേ, വാങ്ങാൻ ആവശ്യപ്പെടില്ലല്ലോ, കാണുന്നതിന് പൈസയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു എമ്പതറ്റിക്കൽ മൈൻഡ് സെറ്റോടു കൂടി ആ കസ്റ്റമറെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് വെറും ഒരു സപ്പോർട്ടിങ് കമന്റ് മാത്രമല്ല, ഒരാളുടെ ഉള്ളിനകത്ത് അവിടെ ഒരു റിക്വയർമെന്റ് ഉണ്ട്. ആ കസ്റ്റമറുടെ ഉള്ളിൽ ഒരു റിക്വയർമെന്റ് ഉണ്ട്. ആ റിക്വയർമെന്റ് എന്താണ് ഈ ബാഗിനകത്തുള്ളത് എന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആക്ച്വലി ആ വേർഡിലൂടെ വർക്കൗട്ട് ആകുന്നത്. വാങ്ങണ്ട, വേണ്ട എന്ന് പറയുന്ന ഈ കസ്റ്റമറുടെ ഉള്ളിലും എന്താണ് ഇതിനകത്തുള്ളത് എന്ന ഒരു എക്സൈറ്റ്മെന്റ് കിടക്കുന്നുണ്ട്. അതിന് ബ്രയാൻ ട്രേസി പറയുന്ന മനോഹരമായ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു കുഞ്ഞിന് നിങ്ങൾ കാറ് മേടിച്ചു കൊടുത്തു, ഒരു 100 രൂപയുടെ ചെറിയൊരു കാറ് മേടിച്ചു കൊടുത്തു. അതിനകത്ത് നിന്ന് ഒരു സ്പാർക്ക് ആ കുഞ്ഞ് കാണുന്നു. 2 ദിവസം ആ കാറിനെ അവൻ എക്സൈറ്റോടുകൂടി സ്വീകരിക്കും. 3-ാം ദിവസം ഈ സ്പാർക്ക് എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്നറിയാനാണ് അവന്റെ ഉള്ളിൽ തീവ്രമായ ആഗ്രഹമുള്ളത്. യെസ് ഓർ നോ?
അതെങ്ങനെയാണ് വരുന്നത്? മൂന്നാം ദിവസം അതിന്റെ ഫ്രെയിമും അതിന്റെ ഗ്ലാസും അവൻ മിക്കവാറും സെപ്പറേറ്റ് ആയിട്ടിരിക്കും. അപ്പോ ആ ചുവപ്പ് ഗ്ലാസിനുള്ളിലൂടെ കണ്ട ഒരു ക്ലാരിറ്റിയോ ഭംഗിയോ ഒന്നും പിന്നീട് കാണുന്ന ആ സ്പാർക്കിന് ഉണ്ടായിരിക്കില്ല. അവന്റെ എക്സൈറ്റ്മെന്റ് അതോടുകൂടി അവസാനിക്കുന്നു. എങ്ങനെയാണ് ഒരു കസ്റ്റമർ ഈ വീട്ടിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറിന് പിന്നീട് അദ്ദേഹം അവിടെ എക്സിബിറ്റ് ചെയ്ത 10 പ്രോഡക്റ്റുകളിൽ 2 ഓഫറിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു റേഞ്ചിലേക്ക് മാറാനുണ്ടായ ഫസ്റ്റ് കാരണം എന്താ? നിങ്ങൾ പർച്ചേസ് ചെയ്യണ്ട, ജസ്റ്റ് കണ്ടോളൂ, അതിന് വേറെ ചെലവൊന്നുമില്ലല്ലോ. ആ ഒരു കമന്റ് ഈ കസ്റ്റമർ സ്വീകരിക്കുവാനുള്ള കാരണം കസ്റ്റമറിന്റെ ഉള്ളിൽ കാണാത്ത ഒന്നിനെ കാണുവാൻ, അറിയാത്ത ഒന്നിനെ അറിയുവാൻ, എന്താണ് ഇതിനകത്തുള്ളത് എന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒരു വ്യക്തിയുടെ ഉള്ളിനകത്ത് ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തി അത് നോക്കാൻ തയ്യാറാകുന്നതും കാണാൻ തയ്യാറാകുന്നതും. ദ ആർട്ട് ഓഫ് സെല്ലിംഗ് എന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകം. അതിലും പറയുന്നത് എങ്ങനെയാണ് ഒരു കസ്റ്റമറിനെ പ്രോസ്പെക്ടിങ് നടത്തേണ്ടത് എന്നതാണ്. പലരുടെയും വിശ്വാസം, എത്രയോ ആളുകൾ പ്രസന്റേഷൻ സാധാരണ ട്രെയിനിങ്ങിൽ പോലും സെയിൽസ് ട്രെയിനേഴ്സ് പോലും പറയുന്നത് പ്രോസ്പെക്ടിങ് എന്നുള്ളത് ഒരിക്കലും കസ്റ്റമറിന് നമ്മൾ ഒരു പ്രസന്റേഷൻ കൊടുക്കുന്നതല്ല. കസ്റ്റമറിന് ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ പാകത്തിൽ നമ്മൾ അവരുമായി ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റം മാത്രമാണ് പ്രോസ്പെക്ടിങ് എന്നുള്ളത്. ബ്രയാൻ ട്രേസി ഈ പുസ്തകത്തിലൂടെ 7 സ്റ്റെപ്പുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ആ 7 സ്റ്റെപ്പ് എല്ലാ അർത്ഥത്തിലും ഒരു ബിസിനസ്സിൽ, സെയിൽസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇനി അതിന്റെ 7 തലങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ്, സെയിൽസ് എന്നുള്ളത് സെയിൽസ്മാൻമാർ മാത്രം പഠിക്കേണ്ട ഒരു പ്രോസസ്സിംഗ് അല്ല. ബിസിനസ് ഓണേഴ്സ് നിർബന്ധമായും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് സെയിൽസ്. എന്തുകൊണ്ട്? നമ്മുടെ മുൻപിലുള്ള വരുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ സ്റ്റാഫ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അത് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ടീമിനുണ്ടാകുമ്പോൾ മാത്രമേ അവിടെ ഒരു സെയിൽസ് പ്രോസസ്സിംഗ് ഭംഗിയായി നടക്കും. എന്താണ് ആ സെയിൽസ് പ്രോസസ്സിംഗിന്റെ ബേസ്? അത് ഏറ്റവും പ്രധാനമായി സെല്ലറുടെ ട്രസ്റ്റ് ആണ്. ഐ റിപ്പീറ്റ്, വിൽക്കുന്ന വ്യക്തിയുടെ ട്രസ്റ്റ് ആണ് സെയിൽസിലെ ഫസ്റ്റ് ഇമ്പാക്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരിക്കലും ആ കസ്റ്റമറുടെ ട്രസ്റ്റോ, കസ്റ്റമറുടെ ഒബ്ജക്ഷനോ, കസ്റ്റമറുടെ റിക്വയർമെന്റോ ഒന്നുമല്ല. സെയിൽസ് പ്രോസസ്സിംഗിന്റെ ആദ്യത്തെ സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിൽ എത്രമാത്രം ട്രസ്റ്റ് വർത്തിയാണ്, നമുക്ക് എത്ര ശതമാനം ഇത് വിശ്വാസമുണ്ട്. നമ്മൾ പറയുന്ന, അതിന് സാധാരണ പറയേണ്ട മെത്തേഡ് ഫാബ് പ്രസന്റേഷൻ എന്നാണ്. എന്താണ് ഫാബ്? ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ് ആൻഡ് ബെനിഫിറ്റ്സ്. ഒരിക്കലും അതിന്റെ ഫീച്ചേഴ്സിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതിന്റെ ബെനിഫിറ്റ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫാബ് പ്രസന്റേഷൻ അതിന്റെ പ്രോസസ്സിംഗ് സ്റ്റൈല് മാത്രമാണ്. ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ് ആൻഡ് ബെനിഫിറ്റ്. ഒരു പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിന്റെ ബെനിഫിറ്റ് എന്താണ്. ബെനിഫിറ്റിൽ ഫോക്കസ് ചെയ്യുകയും ആ ബെനിഫിറ്റ് നമ്മൾ ഏതൊരു കസ്റ്റമറിനോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അയാൾക്ക് നിലവിലുള്ള ഒരു പെയിൻ റിലീസിങ് ആ ബെനിഫിറ്റിനകത്ത് ലഭിക്കുകയും ചെയ്യുക എന്നതാണ് സെയിൽസ് പ്രോസസ്സിന്റെ കാതൽ. ഐ റിപ്പീറ്റ്, ഒരു സെയിൽസ്മാൻ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ട്രസ്റ്റ് ആണ്. ആ ട്രസ്റ്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന പ്രസന്റേഷൻ കമന്റുകളിൽ, നമ്മൾ പ്രസന്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അവയർനെസ്സുകളിൽ നമുക്ക് എത്രമാത്രം ട്രസ്റ്റ് ഉണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. കഴിഞ്ഞ വർഷം കൺസൾട്ടിങ് കൊടുത്ത ഒരു കമ്പനി, ആ കമ്പനി വലിയ അപ്പാർട്ട്മെന്റുകൾ സെല്ല് ചെയ്യുന്ന ഒരു ടീമാണ്, കാലിക്കറ്റ്, മലപ്പുറം ഒക്കെ ബേസ് ചെയ്ത്. അപ്പം അവര് പറഞ്ഞു, നമ്മളെ സെയിൽസ് സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണം, അവർ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല. ഞാൻ ആ വ്യക്തിയുമായി 1.5 മണിക്കൂർ സംസാരിച്ചു. എന്താണ് ഈ സെയിൽസ് സ്റ്റാഫിന് പെർഫോം ചെയ്യുന്നതിനുള്ള തടസ്സം എന്നറിയാൻ. കാരണം അവരുടെ മുമ്പിൽ പോയി പ്രസന്റേഷന് സെയിൽസ് പെർഫോമൻസോ സ്കിൽ ഡെവലപ്മെന്റോ അല്ലല്ലോ നടത്തേണ്ടത്. വളരെ ഡീപ്പായി സംസാരിച്ചു മനസ്സിലായി, ആ നിലവിലുള്ള അവരുടെ 28 സെയിൽസ് എക്സിക്യൂട്ടീവ്സിന്റെ ഡീറ്റെയിൽസ് എടുത്തു. അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവൻ ഫുൾ അദ്ദേഹത്തിന് അറിയില്ല. ബാക്കി ഡീറ്റെയിൽസ് സ്റ്റാഫിൽ നിന്ന്, ഓഫീസിൽ നിന്ന് എടുത്തു, ഓരോന്ന് അപ്ഡേറ്റ് ചെയ്തു. അതിൽപ്പെട്ട 12 പേർ, 28 സ്റ്റാഫിൽപ്പെട്ട 12 പേർ
4000 രൂപ അറൗണ്ട് വരുന്ന വാടക വീട്ടിൽ നിന്നാണ് അവർ ഈ 40 ലക്ഷം, 80 ലക്ഷം, 1.25 കോടിയൊക്കെ വില വരുന്ന അപ്പാർട്ട്മെന്റ് വിൽക്കാൻ വേണ്ടി പോകുന്നത്. 4000 രൂപയുടെ റെന്റഡ് ഹോമിൽ നിന്നാണ് അവർ കാലത്ത് പുറത്തിറങ്ങുന്നത്. ആർ വിത്ത് മീ? 4000 രൂപയുടെ റെന്റഡ് വീടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തിക്ക് 80 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റിന്റെ ബെനിഫിറ്റ്സ് ഒരു കസ്റ്റമറിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണമെങ്കിൽ ആദ്യം ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒബ്ജക്ഷൻ ഒഴിവാവണം. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. ആ ബാരിയേഴ്സിൽ നിന്ന് അദ്ദേഹം മുക്തമാവണം. അങ്ങനെ നമ്മൾ ആ വിഷയം ഡിസ്കഷൻ നടത്തി. എന്ത് ചെയ്യാൻ പറ്റും? പുതിയ അവരുടെ ഒരു അപ്പാർട്ട്മെന്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. ആ അപ്പാർട്ട്മെന്റിലേക്ക് ഈ ടീമിനെ 3 മാസത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, ഈ സെയിൽസ് ടീമിനെ പുതിയ അപ്പാർട്ട്മെന്റിന് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് 3 മാസത്തേക്ക് അവർക്ക് അവിടെ അക്കോമഡേഷൻ കൊടുത്തു. കാരണം ഓൾറെഡി അത് പാക്കഡ് ആയിട്ടില്ല, കസ്റ്റമേഴ്സിന് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. 3 മാസത്തേക്ക് അവരവിടെ പാക്ക് ചെയ്തു. അവിടെ നിന്ന് 3 മാസത്തെ ട്രെയിനിങ്ങും ലഭിച്ചു. അവർ അവിടെ നിന്ന് പിന്നീട് സെയിൽസിന് വേണ്ടി പോയി. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 40% അബവ് സെയിൽസ് കൺവേർഷൻ അവർക്ക് സാധ്യമായി. അതിന്റെ കാരണം ഒരൊറ്റ കാര്യം മാത്രമാണ്, അവരുടെ ഉള്ളിലുണ്ടായ ഒരു കോൺഫിഡൻസ്. 4000 രൂപയുടെ വാടക വീട്ടിൽ നിന്ന് 80 ലക്ഷം രൂപയുടെ അപ്പാർട്ട്മെന്റ് വിൽക്കാൻ വേണ്ടി പോകുന്നവന്റെ മൈൻഡ് സെറ്റ് ഇറ്റ് ഈസ് ലോക്ക്ഡ്. അതിനൊരിക്കലും ഇത്തരം ഒരു പ്രീമിയം 80 ലക്ഷം രൂപയുടെ ഒരു വില്ല, ഒരു അപ്പാർട്ട്മെന്റ് ഒരാൾ വാങ്ങണമെങ്കിൽ അദ്ദേഹം പോയി മീറ്റ് ചെയ്യുന്ന കസ്റ്റമറുടെ മൈൻഡ് സെറ്റ് റേഞ്ച് എന്താണ് എന്ന് ആലോചിക്കണം. അത് പ്രോസ്പെക്ട് നടത്തണമെങ്കിലും കോൺഫിഡൻസോട് കൂടി സംസാരിക്കണമെങ്കിലും അവരുടെ മൈൻഡ് സെറ്റിൽ ആദ്യം ഇത് വർക്കൗട്ട് ആയിരിക്കണം. അതിന് പറ്റുന്ന ബാക്ക് ആൻഡ് സപ്പോർട്ട് അവർക്ക് ലഭിക്കണം. സെയിൽസ് എന്നുള്ളത് ഒരിക്കലും നമ്മുടെ പ്രസന്റേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല. സാധാരണ പറയാറുണ്ട്, നാവ് കൊണ്ട് പായസം വിളമ്പുന്നവർ എന്നൊക്കെ. സത്യത്തിൽ സെയിൽസ് പ്രോസസ്സിംഗ് ഒരിക്കലും ഹൈ പെർഫോമൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ല. അതതിന്റെ സെക്കൻഡ് സപ്പോർട്ടിംഗ് എലമെന്റ് മാത്രമാണ്. സെയിൽസിൽ ഏറ്റവും പ്രധാനം നമ്മൾ എത്ര വാചാലരാണ് എന്നതല്ല, മറിച്ച് നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം പെർഫെക്റ്റ് ആണ്. അത് നമ്മളിലുള്ള കോൺഫിഡൻസ്, സെൽഫ് ഇമേജിലുള്ള കോൺഫിഡൻസ്, ഞാനൊരു നല്ല സെയിൽസ്മാൻ ആണ് എന്ന ഫീലിങ്സ് നമുക്കുണ്ടോ, ഞാൻ നല്ല ഒരു സെല്ലിംഗ് സ്കില്ലുള്ള വ്യക്തിയാണ് എന്ന ഫീലിങ്സ് ആൻഡ് കോൺഫിഡൻസ് നമുക്കുണ്ടോ, നമുക്ക് അതിൽ നിന്ന് പ്രസന്റേഷൻ മനോഹരമായി നിർവഹിക്കുവാൻ കഴിയും. കാരണം നമ്മുടെ പ്രസന്റേഷനെയും കമ്മ്യൂണിക്കേഷനെയും ഒബ്ജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്, നമ്മുടെ കോൺഫിഡൻസ് ഇഷ്യൂസ് ആണ്. ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ നമ്മളെ കുറിച്ചും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും ഹൈ ലെവൽ ഓഫ് കോൺഫിഡൻസിലാണോ ഉള്ളത്, അതാണ് സെയിൽസ് പ്രോസസ്സിങ്ങിന്റെ ഒന്നാമത്തെ ഫാക്ട് എന്നുള്ളത്. രണ്ടാമത്തെ ഫാക്ട്, നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ. കൺസ്യൂമർ ബിഹേവിയർ പഴയ കാലത്ത് വെറും ഒരു ഡയലോഗിൽ മാത്രമായിരുന്നു. എന്തായിരുന്നു ആ ഡയലോഗ്? കസ്റ്റമർ ഈസ് ദ കിങ് ഈസ് നോട്ട് ബാർഗെയിൻ. അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മളത് വെച്ചിരുന്നത്. കസ്റ്റമർ രാജാവാണ്, രാജാക്കന്മാർ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, യാചിക്കാറില്ല. കാരണം ക്രെഡിറ്റ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കാഷ്യറുടെ ബാക്കിൽ അന്ന് എഴുതി വെച്ചിരുന്ന ഒരു ക്യാപ്ഷൻ ആയിരുന്നു അത്. അന്ന് കാഷ്യർ എന്ന് പറഞ്ഞാൽ ഓണർ ആയിരുന്നു, ഇന്ന് കാഷ്യർ ഓണർ അല്ല. ഐ റിപ്പീറ്റ്, അന്ന് കാഷ്യർ ഓണർ ആയിരുന്നു, ഇന്ന് കാഷ്യർ ഓണർ അല്ല. കാരണം ഓണർ ഒരിക്കലും ബിസിനസിന്റെ കാഷ്യർ സീറ്റിൽ ഇരിക്കേണ്ടയാളായിരുന്നില്ല, അല്ലായിരുന്നു. അത് കുറെ നേരത്തെ മാറേണ്ടിയിരുന്നു. എനിവേ, നമ്മൾ നടത്തുന്ന ബിസിനസ്സിൽ, ആ ബിസിനസ്സിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടോ, നമുക്ക് നമ്മളെ കുറിച്ച് കോൺഫിഡൻസ് ഉണ്ടോ, നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് കോൺഫിഡൻസ് ഉണ്ടോ. രണ്ടാമത്തേത്, കൺസ്യൂമർ ബിഹേവിയർ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ. ഒരേ പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങുന്നത് ഒരേ പർപ്പസിനല്ല. ഒരേ പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങുന്നത് ഒരേ പർപ്പസിനല്ല. ഫോർ എക്സാമ്പിൾ, ഏറ്റവും ന്യൂ മോഡൽ ഐഫോണ് പുതിയ വേർഷൻ വന്നു. അത് ഒരു 20 വയസ്സുകാരനായ ഒരു പയ്യൻ വാങ്ങുന്നത് അവന്റെ പേഴ്സണൽ റിക്വയർമെന്റ്, ഫോട്ടോയുമായി ബന്ധപ്പെട്ട ചില പർപ്പസുകൾക്കാണ്. രണ്ടാമത്തെ ഒരു 25 വയസ്സുകാരൻ വാങ്ങുന്നത് അവനൊരു എഡിറ്ററാണ്, അവന്റെ എഡിറ്റിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. അവൻ അതിന്റെ സിനിമാറ്റിക് മോഡുണ്ട്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ചില ഫീച്ചേഴ്സ്, അതിനു വേണ്ടിയിട്ടാണ് അവൻ അത് ഉപയോഗിക്കുന്നത്.
ഒരു 45 വയസ്സുകാരനായ ഒരു ബിസിനസ്സുകാരൻ അത് ഉപയോഗിക്കുന്നത് ഈ 2 പർപ്പസിനുമല്ല. അദ്ദേഹത്തിന് ഫോൺ ചെയ്യാൻ 25,000 രൂപയുടെ മറ്റൊരു ഫോൺ കയ്യിലുണ്ട്. പിന്നെ എന്തിനാണിത്? ദാറ്റ് ഈസ് ഫോർ റെപ്യൂട്ടേഷൻ. ഞാനിതാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കാൻ, എന്റെ മേശപ്പുറത്ത് വെക്കാൻ, എന്റെ നമസ്കാര സ്പേസിൽ വെക്കാൻ, എന്റെ മുൻപിലുള്ളവരേക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സ് ഇതാണ്, ഈ കാറ്റഗറിയാണ് ഞാൻ, ഇത് എന്റെ റേഞ്ച് ആണ് എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ. ഞാൻ പറഞ്ഞത് ഒരേ പ്രോഡക്റ്റ് 3 പേരും വാങ്ങുന്നത് 3 പർപ്പസിനാണ്. കസ്റ്റമറുടെ റിക്വയർമെന്റ് ഈ വിഷയത്തിൽ എന്താണ്? ആ റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കസ്റ്റമറിന് പ്രസന്റേഷൻ കൊടുക്കാം. ആ റിക്വയർമെന്റിൽ സ്വാഭാവികമായിട്ടും ഒരു പെയിൻ സൊല്യൂഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിലവിൽ അവർ സൊല്യൂഷൻ ചെയ്യുന്ന പാറ്റേണിന് ഒന്നുകൂടി ഈസി ആക്കുന്ന മെത്തേഡ് ഉണ്ടായിരിക്കണം. നിലവിൽ അവർ ഒരു പ്രോസസ്സ് എങ്ങനെയാണോ സൊല്യൂഷൻ നടത്തുന്നത് അതിനേക്കാൾ ഈസിയായി ആ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയുന്ന മറ്റൊരു മെത്തേഡ് അവിടെ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ടെലികോളിംഗ് ഒരു വലിയ പ്രോസസ്സിംഗ് ആണ് ബിസിനസ്സിനകത്ത്. നമ്മൾ ലീഡ് കൊടുത്തു, ലീഡ് കിട്ടി, അതിന് ടെലികോളിംഗ് ചെയ്യേണ്ട ഒരു ടീം. പക്ഷെ ആ ടീം പെർഫെക്റ്റ് അല്ല, ആ ടീം പെർഫോമഡ് അല്ല എങ്കിൽ പല ക്രൈസിസും ഉണ്ടാവും. അതിന് പറ്റുന്ന ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്താ? ഇപ്പൊ AI ടെലികോളിംഗ് സിസ്റ്റം വന്നു. എന്തൊക്കെയാണോ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് കൃത്യമായി നമ്മുടെ അവതാറിനോട് നമ്മുടെ അതേ സെയിം ടോണിൽ, നമ്മുടെ അതേ വീഡിയോ പെർഫോമൻസിൽ എന്റെ ഫേസ് കാണിക്കുന്നു, എന്റെ അതേ വോയിസിൽ ഞാൻ സംസാരിക്കുന്നു, എന്റെ പ്രോസ്പെക്ടിങ് അവിടെ നടക്കുന്നു, എന്റെ പ്രസന്റേഷൻ അവിടെ നടക്കുന്നു, എന്റെ ക്ലോസിംഗ് അവിടെ നടക്കുന്നു. കസ്റ്റമറുടെ എൻക്വയറിക്ക് കൃത്യമായി ചോദ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ ഉത്തരം നൽകുന്നു. ഇത് സാധ്യമാകുന്ന ഒരു പാറ്റേൺ അവിടെ ക്രിയേറ്റ് ചെയ്തു. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിലവിലുണ്ടായിരുന്ന പ്രോസസ്സിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തു. കാരണം AI അവതാറിന് ഡ്യൂട്ടി ടൈം ഇല്ല. നമ്മുടെ സ്റ്റാഫ് കസ്റ്റമർ വിളിക്കും, എൻക്വയറി ഇടും, ലീഡ് ഇടും. ആ സമയത്ത് കസ്റ്റമർ ഓൺ ജേണിയിലാണ്. പിറ്റേ ദിവസം ഡ്യൂട്ടി ടൈമിൽ വന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്ക് നമ്മൾ പല ലീഡും കണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് കോൾ വരും. കോൾ വരുമ്പോൾ ഇന്ന കമ്പനിയിൽ നിന്നാണ്, നിങ്ങളുടെ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു. എന്റെ എൻക്വയറിയോ? ഞാൻ അങ്ങനെ എൻക്വയറി ഇട്ടിട്ടില്ലല്ലോ. നമ്മൾ എൻക്വയറി ഇട്ട് നമ്മൾ തന്നെ മറക്കുന്നു. കാരണം ഒരു കസ്റ്റമറിന് അതിന്റെ എന്തൂസിയാസം നിലനിൽക്കുന്ന ഒരു ഡ്യൂറേഷൻ ഉണ്ട്. ആ ഡ്യൂറേഷനകത്ത് നമ്മൾ ആ കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്തിരിക്കണം. അല്ല എങ്കിൽ ആ കസ്റ്റമർ പോലും അത് മറന്നു പോകും, ഞാൻ അങ്ങനെ ഒരു ലീഡ് കൊടുത്തിരുന്നു എന്നുള്ളത്. ഒരു വ്യക്തിയുടെ എന്തൂസിയാസത്തിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ടൈമിനകത്ത് നമുക്ക് അവരെ കണക്ട് ചെയ്യാൻ കഴിയണമെന്നുണ്ട് എങ്കിൽ, എന്ത് എക്സാമ്പിൾ പറഞ്ഞത്, ഒരു പ്രോബ്ലത്തെ സിംപ്ലിഫൈ ചെയ്യുവാൻ, അതിന് സൊല്യൂഷൻ പാറ്റേൺ ഒന്നുകൂടി ഈസി ആക്കുവാനുള്ള മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നതാണ്. ഇവിടെയാണ് ബ്രയാൻ ട്രേസി ദ സൈക്കോളജി ഓഫ് സെല്ലിങ്ങിൽ അദ്ദേഹത്തിന്റെ അടുത്ത ഒരു പാർട്ടിനെ അവതരിപ്പിക്കുന്നത്. ആ പാർട്ട് നീഡ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ, കോൺഫിഡൻസ് ഓഫ് സെല്ലർ അബൌട്ട് സെൽഫ് ഇമേജ് ആൻഡ് പ്രോഡക്റ്റ്. രണ്ടാമത്തേത് കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതൊരു വലിയ ഏരിയയാണ്. എന്താണ് കൺസ്യൂമർ ബിഹേവിയർ? എങ്ങനെയാണ് നമ്മൾ ആ കസ്റ്റമറെ മനസ്സിലാക്കിയത്? കൺസ്യൂമർ ബിഹേവിയറിന് ഒരുപാട് പാറ്റേൺ ഉണ്ടാവാം. പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഇന്റൻഷനിൽ നിന്ന്, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ആ വ്യക്തിയെ അസസ് ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്നത്? അതിനനുസരിച്ചാണ് നമ്മൾ അവരുമായുള്ള കമ്മ്യൂണിക്കേഷന്റെ റാപ്പോ ബിൽഡിംഗ് നടക്കുന്നത്. മൂന്നാമത്തെ മേഖല, നമ്മൾ ആ കസ്റ്റമറിന്റെ നീഡ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടായിട്ട് തന്നെയാണോ അദ്ദേഹം എൻക്വയറി ഇടുന്നത്? അതല്ല അദ്ദേഹത്തിനല്ല മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണോ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എന്താണ് ആ വ്യക്തിയുടെ നീഡ് ഐഡന്റിഫിക്കേഷൻ? അതാണ് ആദ്യം ഒരു കസ്റ്റമർ ചോദിക്കേണ്ടത്. ഈ അടുത്ത് ട്രെയിനിങ്ങിന് പോയിരുന്ന ഒരു ഇലക്ട്രിക് കമ്പനി, ആ കമ്പനിയിലെ ടീമിനോട് നമ്മൾ പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഒരു കസ്റ്റമർ വരുന്നു, ആ കസ്റ്റമറുടെ മൈൻഡിലുള്ളത് എന്റെ വീടിന് പുതിയ ടോട്ടൽ സ്വിച്ചുകൾ വേണം. പക്ഷെ അദ്ദേഹം ഒരു ടാർഗറ്റ് തയ്യാറാക്കി വന്നിട്ടുണ്ടായിരിക്കും. ആ ടാർഗറ്റ് എന്താ? അറൗണ്ട് ഒരു 80 രൂപ മാക്സിമം വില വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എനിക്ക് വേണ്ടത്. ക്ലിയർ ആണല്ലോ? 80 റുപ്പീസ് വരുന്ന ഒരു സ്വിച്ച് ആണ് എന്റെ ബജറ്റ് അനുസരിച്ച് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത്.
ഈ കസ്റ്റമറുടെ മുൻപിലേക്ക് നമ്മൾ കൊടുത്ത ഒരു സ്ട്രാറ്റജി 3 പ്രൊഡക്റ്റ് നിങ്ങൾ അവരുടെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്യുക. ഒന്നാമത്തെ പ്രോഡക്റ്റ് 75 രൂപ. ഹലോ, ആ കസ്റ്റമറുടെ ആവറേജ് റേറ്റിംഗ് എന്ന് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞത് 80 റുപ്പീസ് ആണ് എങ്കിൽ ഫസ്റ്റ് 175 റുപ്പീസിന്റെ ഒരു പ്രോഡക്റ്റ് അദ്ദേഹത്തിന് മുമ്പിൽ വെക്കുന്നു, 130യുടെ ഒരു പ്രോഡക്റ്റ് വെക്കുന്നു, 180യുടെ ഒരു പ്രോഡക്റ്റ് വെക്കുന്നു. 180യുടെ പ്രോഡക്റ്റ് ഹൈലി എക്സൈറ്റിംഗ് ആണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒബ്ജക്ഷൻ അത് ടച്ച് ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല. എന്നാലും അദ്ദേഹം അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ചോദിക്കും. ഇസ് ഇറ്റ് കറക്റ്റ്? ആ ഫീച്ചേഴ്സിനെ കുറിച്ച് ചോദിക്കും. രണ്ടാമത്തെ 130യുടെ ഫീച്ചേഴ്സ് പറഞ്ഞു, മൂന്നാമത്തെ 75ന്റെ ഫീച്ചേഴ്സ്. ഈ 2 പ്രോഡക്റ്റ് അപ്പുറത്ത് കാണുന്ന അതിന്റെ അഡ്വാൻറ്റേജിനെ കുറിച്ച് കേൾക്കുന്ന ഒരു കസ്റ്റമറിന് 80 റുപ്പീസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ടാർഗറ്റ് എങ്കിൽ 75 റുപ്പീസിന്റെ പ്രോഡക്റ്റ് ഒരു കാരണവശാലും അദ്ദേഹം എന്ത് ചെയ്യില്ല, എടുക്കാൻ തയ്യാറാവില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് അതിനെ അനുവദിക്കില്ല. 80 റുപ്പീസിന്റെ ബജറ്റിൽ വന്ന ഒരു കസ്റ്റമറിന്റെ മുൻപിലേക്ക് 3 പ്രോഡക്റ്റ് വെച്ച് 130യുടെ പ്രോഡക്റ്റ് അദ്ദേഹത്തെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്പേസിലേക്ക് അദ്ദേഹം എത്താനുള്ള കാരണം അവിടെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് നിർവഹിക്കപ്പെട്ടത് കൊണ്ടാണ്. ഇത് തന്നെയാണ് നമ്മളുടെ പ്രോഡക്റ്റ്, സാൻഡ്ബോക്സ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ പ്രോഡക്റ്റ് ആണ് നമ്മൾ അവരുടെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് കമ്പാരിറ്റീവ്ലി ഇതേ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന മറ്റു കമ്പനികൾ ഈ പ്രോഡക്റ്റിന് വാങ്ങുന്ന പ്രൈസ് എന്താണ്. അത് ഓൾറെഡി 35,000 റുപ്പീസ് ആണ്. നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് 10,000 റുപ്പീസ് ആണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ അത് സ്പെഷ്യൽ ഓഫറിൽ വിൽക്കുന്നത് 5,000 റുപ്പീസിനാണ്. ആ 5,000 റുപ്പീസിന്റെ പ്രോഡക്റ്റിൽ പിന്നീട് ഒരിക്കലും ആ കസ്റ്റമർ നമ്മളോട് ബാർഗെയിൻ ചെയ്യാനുള്ള സാധ്യത അവിടെ ഇല്ല. കാരണം 50% ഓഫറാണ് എന്ന ഫീലിങ്സ് ആദ്യം നമ്മൾ അവർക്ക് കൊടുത്തു. രണ്ടാമത്തേത്, ഇതിന്റെ കോമ്പീറ്റന്റ് ആയ പ്രോഡക്റ്റുകൾ മറ്റൊരു റേഞ്ചിലാണ് ഇതിന്റെ പേയ്മെന്റ് കൈപ്പറ്റുന്നത്, ഇതിന്റെ പ്രൈസിങ് നിശ്ചയിച്ചത് എന്നുകൂടി കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ 3 സ്വിച്ചുകൾക്ക് നൽകുന്ന അതേ കമ്പാരിസൺ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വീഴുമ്പോൾ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു കസ്റ്റമറെ കൊണ്ട് ആഗ്രഹിച്ചതിന് വലിയ പ്രോഡക്റ്റ് വാങ്ങാനല്ല, മറിച്ച് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണ് എങ്കിൽ ആ പ്രോഡക്റ്റ് ബാർഗെയിൻ ചെയ്യാതെ വാങ്ങിപ്പിക്കുവാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവിടെ വർക്കൗട്ട് ചെയ്യപ്പെടേണ്ടത്. ഈ പ്ലാറ്റ്ഫോമിൽ പുതുതായി ജോയിൻ ചെയ്ത ആളുകളാണ്. സാൻഡ്ബോക്സ് ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന്റെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എനിവേ, മൂന്നാമത്തേത് നീഡ് അനാലിസിസ് ആണ്, നീഡ് ഐഡന്റിഫിക്കേഷൻ ആണ് നമ്മൾ അവിടെ നിന്ന് കണ്ടു മനസ്സിലാക്കിയത്, പഠിച്ചത് എങ്കിൽ നാലാമത്തേത് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണ്? അത് റിയലി ഇമോഷണൽ ഓറിയന്റഡ് ആണ്. ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത് നമ്മൾ ടാർഗറ്റ് ചെയ്ത 4 പ്രോഡക്റ്റ് ആണ്. പക്ഷേ ആ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ കയറി ചെന്ന് ട്രോളി എടുത്തു കഴിഞ്ഞാൽ ഉടനെ കാണുന്നത് സെൻട്രലിൽ നടന്നു പോകുന്ന വഴിയിൽ ഒരു ടേബിൾ ഇട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ അവിടെ അട്ടിവെച്ച് അതിന്റെ സെന്ററിൽ ഒരു കൊടി നാട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം ആ പ്രൈസിങ് നമ്മളെ അട്രാക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കുക എന്താണെന്നറിയോ, അതിന്റെ പ്രൈസ് എത്രയെന്നല്ല, അതിന്റെ ആക്ച്വൽ പ്രൈസ് അതിന്റെ തൊട്ടു താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോ അതിന്റെ പ്രൈസ് 99 റുപ്പീസ് ആണ് എങ്കിൽ അതിന്റെ യഥാർത്ഥ പ്രൈസ് 156 ആയിരുന്നു. അവിടെ ഒരു സൈക്കോളജി വർക്കൗട്ട് ആകുന്നുണ്ട്. എന്താണ് ആ സൈക്കോളജി? ഇത് ഞാൻ വാങ്ങിയാൽ എനിക്ക് ഏകദേശം 57 രൂപ ലാഭമാണ്. ഹലോ, ഞാൻ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ വാങ്ങിയാൽ എനിക്ക് 57 രൂപ ലാഭമാണ്. ഒരു കാരണവശാലും ആ കസ്റ്റമർ ഇതെനിക്ക് ആവശ്യമുള്ളതാണോ എന്ന് ആ സമയത്ത് ചിന്തിക്കുന്നില്ല. അതാണ് റാഷണൽ മൈൻഡ് സെറ്റിൽ നിന്ന് ഇമോഷണൽ മൈൻഡ് സെറ്റിലേക്ക് ഒരു കസ്റ്റമറിനെ കൺവേർട്ട് ചെയ്യുക. EMS എന്ന് പറയും, ഇമോഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എങ്ങനെയാണ് ഒരു കസ്റ്റമറിനെ ലോജിക്കൽ ബ്രെയിനിൽ നിന്ന് ഇമോഷണൽ ബ്രെയിനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്? ആ കസ്റ്റമർ അതൊക്കെ കഴിഞ്ഞു, പർച്ചേസിങ് കഴിഞ്ഞു, തിരിച്ച് അവർ വീട്ടിലെത്തിയതിനു ശേഷം ആ പ്രോഡക്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കും, സത്യത്തിൽ ഇത് വേണമായിരുന്നോ? സത്യത്തിൽ ഇത് എനിക്ക് ആവശ്യമുള്ളതായിരുന്നോ?
അത് ചിന്തിക്കാനുള്ള കാരണം എന്താ? ബില്ലിംഗ് കഴിഞ്ഞ് തന്റെ മൊബൈലിൽ ആ മെസ്സേജ് വന്നു. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഗൂഗിൾ പേന്ന് എമൗണ്ട് ഡിഡക്റ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടിക് ടിക് എന്ന സൗണ്ട് ഉണ്ടല്ലോ. ആണോ സൈനന്തി സാർ? നമ്മുടെ അക്കൗണ്ടിൽ എത്ര പണമുണ്ട് എന്നല്ല, എത്ര രൂപ ഡിഡക്റ്റ് ആവുന്നു എന്നുള്ളത് ഒരു പെയിൻ, വലിയൊരു പെയിൻ ആണ്. എനിവേ, ഇമോഷണൽ മൈൻഡ് സെറ്റിൽ നിന്ന് ആ വ്യക്തി വീണ്ടും ലോജിക്കൽ മൈൻഡ് സെറ്റിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തി ചിന്തിക്കും, ഇത് ആവശ്യമുണ്ടായിരുന്നതല്ല. ഒരു റീതിങ്കിങ് അവിടെ നടക്കും. പക്ഷെ ആ റീതിങ്കിങ് നടക്കുന്നതിന് മുൻപ് നമ്മൾ അവർക്ക് ബില്ലിങ് ചെയ്തിരിക്കണം. നിങ്ങൾ നോക്കൂ, ഒരു കസ്റ്റമർ തന്റെ ട്രോളിയിലുള്ള പല പ്രോഡക്റ്റും റീതിങ്കിങ് നടത്തി പുറത്തെടുക്കുന്ന എപ്പോഴെന്നറിയോ? ബില്ലിങ്ങിന് അദ്ദേഹം ക്യൂ നിൽക്കുന്ന സമയത്താണ്. ഈസ് കറക്റ്റ്? ബില്ലിങ്ങിന് ക്യൂ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ട്രോളിയിലെ ചില പ്രോഡക്റ്റ് അദ്ദേഹം എടുത്തിട്ട് ആ ചോക്ലേറ്റിന്റെ ഷെൽഫിലേക്ക് മാറ്റി വെക്കുന്നത്. കാരണം അത് നേരെ ബില്ലിങ്ങിലേക്കാണ് വന്നിരുന്നതെങ്കിൽ ആ ബില്ലറുടെ മുമ്പിൽ ഒരിക്കലും അവൻ എന്ത് ചെയ്യൂല, ഇതെടുത്തിട്ട് ഒഴിവാക്കൂല. അവിടെ ഒഴിവാക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തത് ആ ബില്ലിംഗ് ക്യൂ ആണ്. എനിവേ, ലോജിക്കലായി വരുന്ന ഒരു കസ്റ്റമറിനെ ഇമോഷണൽ ആക്കി മാറ്റുവാനുള്ള സ്ട്രാറ്റജികളാണ് നമ്മുടെ ബിസിനസ്സിനകത്ത് യഥേഷ്ടം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പുതിയ കാലത്ത് ഒരു ബിസിനസ്സുകാരൻ പഠിച്ചേ മതിയാകൂ. കാരണം കാലം മാറി, ചുറ്റുപാട് മാറി, ബിസിനസിന്റെ മോഡ് മാറി. ബിസിനസ് നടത്താൻ ബിൽഡിംഗ് ആവശ്യമില്ല, ബിസിനസ് നടത്താൻ പ്രൊഡക്റ്റ് ആവശ്യമില്ല, ഫിസിക്കൽ പ്രോഡക്റ്റ് ആവശ്യമില്ല. ആ രീതിയിൽ അത്രമാത്രം മാറ്റങ്ങൾക്ക് വിധേയം. ഇനിയാന്ന് ഞാനൊരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് സംസാരിച്ചു. 10,000 രൂപ വില വരുന്ന, 1 ഇയറിന് വില വരുന്ന ഒരു സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ ഒരു ടീം കൊടുക്കുന്നത് 1,500 രൂപക്കാണ്. അപ്പൊ ചോദിച്ചു, 1,500 രൂപക്ക് നിങ്ങളിത് വിൽക്കണം എന്തിനാ? എന്താണ് ആ സോഫ്റ്റ്വെയർ? നമ്മുടെ സ്റ്റാഫ് ടെലികോളിംഗ് ചെയ്യുകയാണ്. ടെലികോളിംഗ് നമ്മൾ വർക്ക് അറ്റ് ഹോം ഒക്കെയാണ് എങ്കിൽ അവരുടെ ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ചാലും അവരുടെ നമ്പർ കസ്റ്റമറിന് വിസിബിൾ ആവില്ല. നമ്മൾ കൊടുത്ത കോഡ് വിസിബിൾ ആവും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൈവസി അവിടെ അവർക്ക് നഷ്ടപ്പെടാതെ നിൽക്കുന്നു. തിരിച്ച് ആ കസ്റ്റമർ, നമ്മൾ 10 ടെലികോളേഴ്സിന് അസൈൻ ചെയ്താൽ ആ 10 ടെലികോളേഴ്സിനും നമ്മൾ കൊടുക്കുന്ന നമ്പർ നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആണെങ്കിൽ ടെലികോളേഴ്സ് കസ്റ്റമർ തിരിച്ചു വിളിച്ചാൽ കിട്ടുന്നത് കമ്പനിയിലേക്കാണ്, ടെലികോളേഴ്സിനല്ല. ക്ലിയർ ആണല്ലോ? 1,500 രൂപയുടെ ഈ 1,500 രൂപക്ക് ഇവർ വിൽക്കുന്നു. അപ്പൊ ഇത് 1,500 നിങ്ങൾ എന്തിനാ വിൽക്കുന്നത്? ഞങ്ങളിത് 10,000 രൂപക്ക് മേടിച്ചിട്ട് 200-ലധികം ആളുകൾക്ക് ഇത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വിറ്റ സാധനങ്ങൾ ഒരിക്കലും അവിടെ എന്ത് ചെയ്യുന്നില്ല, തീരുന്നില്ല. യെസ്. ഈ കാലത്ത് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച്, സെയിൽസിനെ കുറിച്ച്, പ്രോഡക്റ്റിനെ കുറിച്ച്, മാറി വരുന്ന കസ്റ്റമർ ട്രെൻഡിനെ കുറിച്ച്, പഴയ കാലത്തൊക്കെ കസ്റ്റമർ ട്രെൻഡ്, ഇപ്പൊ ഡ്രസ് മാർക്കറ്റിൽ നമ്മൾ നോക്കിയാല് കസ്റ്റമർ ട്രെൻഡ് ഒരു 6 മാസം നിലനിൽക്കുമായിരുന്നു. ഈ ചെറിയ പെരുന്നാളിന് വന്ന ട്രെൻഡ് അല്ല ദീപാവലിക്ക് ഇന്നലെ മാർക്കറ്റ് പോകുമ്പോൾ ഉണ്ടാകുന്ന ട്രെൻഡ്. 15 ദിവസം കൊണ്ട് എന്ത് ചെയ്യാണ്, ട്രെൻഡ് ഷിഫ്റ്റിംഗ് നടക്കുകയാണ്. അത്രമാത്രം കസ്റ്റമർ ബിഹേവിയർ മാറ്റത്തിന് വിധേയമാണ്. നേരത്തെ നമ്മുടെ മാർക്കറ്റ് നമ്മുടെ സറൗണ്ടിങ്സ് നിന്നാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ ടാർഗറ്റ് നമ്മുടല്ല. വേൾഡിൽ എവിടെയാണോ ഒരു പുതിയ ട്രെൻഡ് വരുന്നത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്, സാൻഡ്ബോക്സിന്റെ കമ്മ്യൂണിറ്റിയോടാണ് പറയുന്നത്, എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഫോക്കസ്, ഡിജിറ്റൽ ആണ് നമ്മുടെ പ്രോഡക്റ്റ്. എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരേ സമയം ഇമോഷണലായി സെല് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്, അതേസമയം അത് റെപ്യൂട്ടേഷനായി സെല് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്, അതേസമയം അത് പെയിൻ സൊല്യൂഷനായി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. ഈ 3 കോൺസെപ്റ്റും ഒരു കസ്റ്റമറിന് എന്തൊക്കെയാണോ ഇമോഷണൽ റിക്വയർമെന്റ് ഉള്ളത് ആ ഇമോഷണൽ റിക്വയർമെന്റ് പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ബിസിനസ്സുകാരൻ തീർച്ചയായും വായിക്കേണ്ട 2 പുസ്തകങ്ങൾ ഇന്ന് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു. ഒന്നാമത്തേത് ദ സൈക്കോളജി ഓഫ് സെല്ലിംഗ്, വിൽപ്പനയുടെ മനഃശാസ്ത്രം. വിൽപ്പനയുടെ മനഃശാസ്ത്രം വായിക്കുമ്പോൾ മനസ്സിലാകും, വിൽപ്പനയുടെ മനഃശാസ്ത്രം വിൽക്കുന്നവന്റെ സ്കില്ലിലല്ല, മറിച്ച് വിൽക്കുന്നവന്റെ മനസ്സിലാണ്. ഹലോ, വിൽക്കുന്നവന്റെ സ്കില്ലിലല്ല, വിൽക്കുന്നവന്റെ മനസ്സിലാണ്. രണ്ടാമത്തത് ഡോൺ സെൽ, മേക്ക് ദം ബൈ. നിങ്ങൾ ഒരിക്കലും വിൽക്കാൻ ശ്രമിക്കരുത്, അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക. കാരണം വിൽക്കുക എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്, വാങ്ങുക എന്നുള്ളത് അവന്റെ ഡിസിഷനാണ്. ഡിസിഷൻ എപ്പോഴും കസ്റ്റമറുടെ പാർട്ടിൽ നിന്നാവണം,
അവന്റെ പാർട്ടിൽ നിന്ന് അവനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുക എന്നതാണ് നമ്മുടെ സ്കില്ല്. നമ്മൾ വളരെയധികം ഹോട്ട് മാർക്കറ്റിംഗ് നടത്തേണ്ട ഒരു സമയമാണ്. പുതിയ ഒരു അക്കാദമിക് ഇയറിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈമിലാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഹോട്ട് മാർക്കറ്റിംഗ് നടത്തേണ്ട ഒരു സമയത്ത് വളരെയധികം സീരിയസ് ആവുക. സീരിയസ് ആകുന്നത് കൂടുതൽ നമ്പർ ഓഫ് പ്രോസ്പെക്ടിങ്ങിലല്ല, നമ്പർ ഓഫ് ക്ലോസിംഗിലല്ല, നമ്പർ ഓഫ് ഫോളോ അപ്പിങ്ങിലല്ല, മറിച്ച് ദ ലെവൽ ഓഫ് കോൺഫിഡൻസിലാണ്. നമ്മൾ സെൽഫ് ഇമേജിൽ കോൺഫിഡന്റ് ആവുക, നമ്മുടെ സ്കില്ലിൽ കോൺഫിഡന്റ് ആവുക, സെല്ലിംഗ് പെർഫോമൻസിൽ നമ്മൾ കോൺഫിഡന്റ് ആവുക, നമ്മുടെ പ്രോഡക്റ്റിൽ നമ്മൾ കോൺഫിഡന്റ് ആവുക. അവിടെയാണ് സെയിൽസിന്റെ ആദ്യത്തെ ഒബ്ജക്ഷൻ മറികടക്കാൻ നമുക്ക് കഴിയുന്നത്. ഒബ്ജക്ഷൻ ഒരിക്കലും കസ്റ്റമറുടെ മൈൻഡിൽ നിന്നല്ല ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഒബ്ജക്ഷൻ നമ്മുടെ വാക്കുകളിലൂടെ റിഫ്ലക്ട് ചെയ്യപ്പെടും. അദ്ദേഹം ഈ ഒബ്ജക്ഷൻ ഇതിന് പറയാതിരിക്കട്ടെ എന്ന് നമ്മൾ ഉള്ളിൽ ആഗ്രഹിച്ചാൽ പ്രസന്റേഷൻ കഴിയലും അദ്ദേഹം ആദ്യം പറയുന്ന കമന്റ് ഇതായിരിക്കും: ഹലോ, ഈ ഒബ്ജക്ഷൻ ആ കസ്റ്റമർ പറയരുത് എന്നതാണ് നമ്മൾ ആഗ്രഹിച്ചത് എങ്കിൽ ആ കസ്റ്റമറുടെ മൈൻഡിൽ ആദ്യം വരുന്ന ചോദ്യം ഇതാണ്. കാരണം എന്താ? നമ്മുടെ വാക്കുകൾക്കിടയിൽ നിന്ന് ആ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അവർക്ക് ഫീൽ ചെയ്തു. ഐ റിപ്പീറ്റ്, നമ്മുടെ പ്രസന്റേഷന്റെ വാക്കുകൾക്കിടയിൽ നിന്ന് ആ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അവർക്ക് ഫീൽ ചെയ്തത് കൊണ്ടാണ് അവിടെ ആ ഒബ്ജക്ഷൻ അവർ നമ്മളോട് ചോദിക്കുവാനുള്ള കാരണം. പലതും ഒബ്ജക്ഷനുകളല്ല, ക്ലാരിഫിക്കേഷനുകളാണ്. പക്ഷേ നമ്മുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് കൊണ്ടാണ് അവയെ നമുക്ക് ഒബ്ജക്ഷനായി ഫീൽ ചെയ്യുന്നത്. ഒബ്ജക്ഷനുകൾ വളരെ അപൂർവമാണ്. ക്ലാരിഫിക്കേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായ കോൺഫിഡന്റ് അല്ല എങ്കിൽ അവിടെ തീർച്ചയായും ഒബ്ജക്ഷൻ ആയി അത് മാറുക തന്നെ ചെയ്യും. നമ്മളുടെ ബിസിനസ്സിനകത്ത് നമ്മുടെ പേഴ്സണൽ പെർഫോമൻസിനും നമ്മുടെ പേഴ്സണൽ കോൺഫിഡൻസിനും വലിയ കീ റോൾ ഉണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ സെഗ്മെന്റിൽ, നമ്മളിപ്പോ പെർഫോം ചെയ്യുന്ന മേഖലയിൽ, നമ്മുടെ സ്കില്ലിൽ, നമ്മുടെ പ്രോഡക്റ്റിൽ നമ്മൾ കോൺഫിഡൻസ് ആണോ എന്ന ചോദ്യമാണ് ബിസിനസ്സിൽ സെയിൽസ് ക്ലോസിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്നാണ് ബ്രയാൻ ട്രേസി ദ സൈക്കോളജി ഓഫ് സെല്ലിംഗ് എന്ന മനോഹരമായ ഇന്റർനാഷണലി ബെസ്റ്റ് സെല്ലറായ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകം വാങ്ങുക, വായിക്കുക. കാരണം ഒരു ബിസിനസ്സുകാരൻ പുതിയ കാലത്തിന്റെ മാർക്കറ്റിന്റെ ട്രെൻഡ് പഠിക്കേണ്ടതുണ്ട്. 30 വർഷം മുമ്പുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ബുക്ക് ഇന്ന് ഒരിക്കലും നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാനോ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനോ പര്യാപ്തമായതല്ല. കാരണം 30 വർഷം മുമ്പുള്ള കസ്റ്റമർ പാറ്റേൺ അല്ല ഇന്നുള്ളത്. 30 വർഷം മുമ്പുള്ള ബിസിനസ് മോഡല്ല ഇന്നുള്ളത്. 30 വർഷം മുമ്പുള്ള ബിസിനസ് പാറ്റേൺ അല്ല ഇന്നുള്ളത്. കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടി, കസ്റ്റമേഴ്സിന്റെ പർച്ചേസിങ് കൾച്ചറും കൂടി. ഐ റിപ്പീറ്റ്, കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടി, കസ്റ്റമേഴ്സിന്റെ പർച്ചേസിങ് കൾച്ചർ കൂടി. പക്ഷേ ബിസിനസ്സിൽ ക്രൈസിസ് കൂടി. എന്താ കാരണം? കസ്റ്റമറിന്റെ മുമ്പിൽ യഥേഷ്ടം ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ മാത്രം ആവശ്യമാണ് നമ്മുടെ പ്രോഡക്റ്റ് ഈ കസ്റ്റമർ വാങ്ങണം എന്നുള്ളത്. അത് നമ്മുടെ മാത്രം റിക്വയർമെന്റാ. കസ്റ്റമറിന്റെ മുമ്പിൽ 100 ചോയ്സുകളുണ്ട്. ആ ചോയ്സുകൾക്ക് മുമ്പിൽ നമ്മുടേത് വാങ്ങണം എന്ന ഡിസിഷൻ അവരെ കൊണ്ട് എടുപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനം നമ്മളുടെ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ സെൽഫ് ഇമേജിലാണ്, നമ്മളുടെ പ്രോഡക്റ്റിലാണ്. ഓക്കെ, താങ്ക് യു ഓൾ.